ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഭവഭയഹരം, സംസാരത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഭയത്തെ നശിപ്പിക്കുന്ന ആ വിഷ്ണുവിനെ ഞാൻ ഭജിക്കുന്നു. വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. കർക്കിടകം രാശിക്കാരുടെ ഒരു വാരത്തെ ഫലം. ഇടവം 16 to 22, 2024 മെയ് 30 to ജൂൺ 5 വരെയുള്ള വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ്. ചൊവ്വയുടെ നീചക്ഷേത്രമാണ്. 3 ധർമ്മങ്ങളാണ്. ഇന്ന് കർക്കിടക രാശിക്കാർക്ക് പ്രായണ ലഗ്നത്തിൽ മാന്തി, 3-ൽ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ ശനി, 9-ൽ ചൊവ്വ രാഹു, 10-ൽ ബുധൻ, 11-ൽ സൂര്യൻ, വ്യാഴം, ശുക്രൻ. ഇതാണ് ഗ്രഹനില. ആദ്യമായി കർക്കിടകൻ രാശിക്കാരെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു. ഇവിടെ ലഗ്നത്തിൽ ഗുളികനുണ്ട്. ഗുളികൻ ജാതകത്തിൽ വില്ലനല്ല, പക്ഷേ രാശിയിൽ പലപ്പോഴും വില്ലൻ വലിയ ഗുളികനാണ്. രോഗി ക്ഷതാംഗ, രോഗിയാവുക, അംഗത്തിന് ക്ഷതം, മുറിവുകൾ ഉണ്ടാവുക എന്നീ ഫലങ്ങളൊക്കെ ലഗ്നത്തിലെ ഗുളികൻ കർക്കിടക രാശിക്കാർക്ക് നൽകുന്നു. അതിനപ്പുറം ഗുളിക ഭവനാധിപനായ ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അത് വളരെ ദോഷമാണ്. ലഗ്നാധിപന് അഷ്ടമത്തിൽ വന്നാൽ ദീർഘായുസാണ്. ഇവിടെ മരണം ചിന്തിക്കേണ്ടുന്ന, മൃത്യു ചിന്തിക്കേണ്ടുന്ന ശനിയും ആയുസ് ചിന്തിക്കേണ്ടുന്ന ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ ദീർഘായുസാണ്. പക്ഷേ സഭാവിദ്യതേ ഭൈഷതി ചസ്യ ഗേഹേ പജൽ കർഹജിത് ക്വാധമുദ്ഗോതകാനി. അപ്പോൾ ഇവിടെ ഇടവമാസം വന്നു കഴിഞ്ഞു, മഴക്കാലം വന്നു. അതുകൊണ്ട് കുഴമ്പും കഷായവും കൊണ്ട് ആശുപത്രിയിൽ കിടക്കേണ്ട സമയമാണ്. സുഖചികിത്സക്ക് പോകേണ്ടുന്നവർക്ക് അനുകൂലമായ വാരമാണിത്. മറ്റൊന്ന്, ആരോഗ്യപരമായ വിഷയത്തിൽ വീട്ടിൽ ധാരാളം മരുന്ന് വാങ്ങി വെക്കേണ്ടുന്ന അവസ്ഥ വരുന്ന വാരമാണിത്. ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. വെള്ളത്തിലൂടെ വരുന്ന അസുഖങ്ങൾ വളരെ ശ്രദ്ധിക്കുക. വൈറൽ ഫീവർ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് ഈ ഒരു വാരം ആരോഗ്യ വിഷയത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊള്ളണം. നല്ല ഇഞ്ചിയും വെള്ളുള്ളിയും കുരുമുളകും ചതച്ച വെള്ളം കുടിക്കുക. കഫജന്യമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു വലിയ അളവിൽ പരിഹാരമുണ്ടാകും. ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. പഠനത്തിനായി 8-ലെ ചന്ദ്രൻ ബഹുമതിഹി, നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമെന്നൊരു ഫലമുണ്ട്. അതുകൊണ്ട് പലർക്കും അജ്ഞാതവാസം, അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. പഠനത്തിനായിക്കൊണ്ട് യാത്രക്കായി അനുകൂലമായൊരു വാരമാകുന്നു. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വളരെ അനുകൂലമാണ്. ഇവിടെ ബുദ്ധിപതിയായ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നു ജൂൺ 1-ാം തീയതി. അതുകൊണ്ട് ജൂൺ 1-ാം തീയതി മുതൽ വളരെ അനുകൂലമായി യാത്രക്കുള്ള ഒരുക്കങ്ങൾ നിങ്ങൾക്ക് നടത്താം. പഠനത്തിനായാലും പുതിയ ജോലിക്ക് ദൂരേക്ക് പോകുക. വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന വ്യക്തി ഉത്തരവാദിത്തോടുകൂടി തൻ്റെ അടുത്ത ജോലി സങ്കേതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പ്രമോഷൻ ഓർ ഇൻറ്റേർണലായ ചേഞ്ചസ് ഇൻ ജോബ് പ്ലേസസ് ദാറ്റ് ഷുഡ് ബി ഹാപ്പൺ. അത് സംഭവിക്കാൻ പോകുന്ന വാരമാകുന്നു ഈ വാരം. പിന്നീട് ബുധൻ 11-ലേക്ക് വരികയാണ്. തൻ്റെ സന്താനങ്ങൾക്ക് ഏറ്റവും ശ്രേയസ് ഉണ്ടാകുന്നു. വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയവും കൂടിയാണ്. പക്ഷേ കർക്കിടക രാശിക്കാർക്ക് പ്രായണ അഷ്ടമശനി, വിവാഹഗ്രഹം 7-ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിലാണ്. അതുകൊണ്ട് കല്യാണത്തിന് മുടക്കമുള്ള, പ്രയാസമുള്ള അച്ഛനമ്മമാർ മക്കളുടെ പേരിൽ ഈ ശനിയെ പ്രീതിപ്പെടുത്തണം. ശനി ശാസ്താവാണ്. അദ്ദേഹം നിത്യബ്രഹ്മചാരിയാണ്. പക്ഷേ പുഷ്കലാസമേതനായ ശാസ്താക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി ശനിയാഴ്ച ചെയ്യുക. മലബാറിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. തിരുവനന്തപുരം, തമിഴ്നാട് ധാരാളം അമ്പലങ്ങളുണ്ട്. ഭാര്യയോടുകൂടി നിൽക്കുന്ന ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ. അവിടെ ശനിയാഴ്ച സ്വയംവര പുഷ്പാഞ്ജലി ചെയ്താൽ
വളരെയധികം വിവാഹ കാര്യങ്ങൾക്ക് കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയം ഉണ്ടാകുന്നതാണ്. ഇന്ന് അഷ്ടമത്തിലാണ് കർക്കിടകൻ രാശിക്കാർക്ക് ശനി. അടുത്ത 2025 ഏപ്രിൽ കഴിഞ്ഞാൽ 9ലേക്ക് പോകും ശനി. അതും തപസ്ഥാനമാണ്, വിവാഹ സ്ഥാനമല്ല. അതുകൊണ്ട് ഈ രീതിയിൽ കർക്കിടകൻ രാശിക്കാർക്ക് പരിഹാരങ്ങൾ ചെയ്ത് വിവാഹ വിഷയത്തിലേക്ക് ഉചിതമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാവുന്നതാണ്. കർക്കിടകൻ രാശിക്കാർ ഞാൻ സൂചിപ്പിച്ചു, പുണർന്നം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം. ഇതിൽ പൂയം മനിടം ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പൂയം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ്, അനിഴം നക്ഷത്രക്കാർക്കും കണ്ടകശനിയാണ്, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7ര ശനിയാണ്. ഇവരെ ഭരിക്കുന്ന ഗ്രഹമാകുന്നു ശനി. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലുക. വളരെ അനുകൂലമാക്കിയെടുക്കാം കാര്യങ്ങൾ. ജൂൺ 1-ാം തീയതിയും ജൂൺ 2-ാം തീയതിയും വളരെ അനുകൂലമായ ദിനങ്ങളാകുന്നു കർക്കിടകം രാശിക്കാർക്ക്. ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്കൊക്കെ സ്വീകരിക്കാം. ശ്രദ്ധിക്കുക, കറുത്തപക്ഷം ദശമി 10-ഉം ഏകാദശി 11-ാം തീയതികളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ജൂൺ 2-ാം തീയതി കറുത്തപക്ഷത്തിൽ ഏകാദശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക. അവിടെ പാൽപ്പായസം, പുഷ്പാഞ്ജലി വഴിപാടുകൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നന്നായി ഭവിക്കട്ടെ എന്ന് കർക്കിടക രാശിക്കാരെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.